ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കൂറ്റൻ നിർമ്മിതി, അതിലൂടെ പോകുന്ന വാഹനങ്ങൾ, യാത്രക്കാർ എല്ലാം വെറും നിമിഷങ്ങൾക്കുള്ളിൽ മണ്ണിനടിയിലാവുന്നു. ഇത് NH-66-ൽ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തിന്റെ കഥയാണ്. പക്ഷെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്ത് സംഭവിച്ചു എന്നതിലുപരി എന്തുകൊണ്ട് ഇങ്ങനെയൊരു ദുരന്തം നമുക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നാണ്. നമുക്ക് നേരെ ആ ദിവസത്തിലേക്ക് പോകാം. സ്ഥലം കൊല്ലം ജില്ലയിലെ മൈലാക്കാട്. സമയം വൈകുന്നേരം 4 മണി. ദേശീയപാതയിലൂടെ വാഹനങ്ങൾ പതിവ് പോലെ തിരക്കിട്ടു പോകുന്നു. പക്ഷേ അടുത്ത നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അതെ, ഇതാണ് സംഭവിച്ചത്. വെറും 30-45 സെക്കൻഡ് അത്രയേ വേണ്ടി വന്നുള്ളൂ. 45 മീറ്റർ നീളമുള്ളൊരു ഭിത്തി നിലം പൊത്താൻ ഒരു സ്കൂൾ ബസ് ഉൾപ്പെടെ ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ആ ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ ഈ വാക്കുകൾ മാത്രം മതി. ഇതങ്ങനെ പതുക്കെ സംഭവിച്ച ഒരു തകർച്ചയായിരുന്നില്ല. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പണിത ഒരു ഭീമൻ ഭിത്തി വെറും 45 സെക്കൻഡ് കൊണ്ട് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയായിരുന്നു. അത്രയും പെട്ടെന്നായിരുന്നു എല്ലാം കഴിഞ്ഞത്. അപ്പോ എന്താണ് ഈ തകർന്നു വീണ ഭിത്തി? ഇതിനെ സാങ്കേതികമായി റീഇൻഫോഴ്സ്ഡ് എർത്ത് മതിൽ എന്നാണ് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, പുറമേ കാണുന്ന കോൺക്രീറ്റ് പാളികളെ മണ്ണിനടിയിലേക്ക് വെച്ച നീളൻ ലോഹ സ്ട്രിപ്പുകൾ കൊണ്ട് വലിച്ചു നിർത്തി ബലപ്പെടുത്തുന്ന ഒരു സിസ്റ്റം. കാഴ്ചയിൽ നല്ല ഉറപ്പുള്ളതായി തോന്നും. പക്ഷേ ഇവിടെ കണക്കുകൂട്ടലുകൾ പാടെ പിഴച്ചു. ഏതൊരു കെട്ടിടത്തിന്റെയും ബലം അതിന്റെ അടിത്തറയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ അന്വേഷണവും തുടങ്ങുന്നത് അവിടെ തന്നെയാണ്, ആ നിർമ്മാണം നടത്തിയ മണ്ണിൽ നിന്ന്. എന്തായിരുന്നു അവിടെ സംഭവിച്ച ആദ്യത്തെയും ഏറ്റവും നിർണായകവുമായ പിഴവ്? ആ പണി നടന്ന സ്ഥലം മുഴുവൻ എക്കൽ മണ്ണായിരുന്നു. അതായത് നമ്മൾ പറയുന്ന പോലെ ഉറപ്പില്ലാത്ത ചതുപ്പുപോലത്തെ മണ്ണ്. വെള്ളം എപ്പോഴും കെട്ടിനിൽക്കുന്ന ബലമില്ലാത്ത ഒരു പ്രതലം. ഒരു വലിയ സ്പോഞ്ചിനു മുകളിൽ ഭാരമുള്ളൊരു സാധനം വെച്ചാൽ എന്ത് സംഭവിക്കും? ഏകദേശം അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ കണക്കുകൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. ഡിസൈൻ ചെയ്ത എഞ്ചിനീയർമാർ കണക്കുകൂട്ടിയത് ആ മണ്ണിന് 150 kPa വരെ ഭാരം താങ്ങാൻ കഴിയുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതിന് താങ്ങാൻ കഴിയുമായിരുന്നത് വെറും 30 മുതൽ 50 kPa വരെ മാത്രം. ഏറ്റവും അപകടകരമായ കാര്യം സുരക്ഷാ ഘടകം അഥവാ ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ്. അത് കുറഞ്ഞത് 2.5 വേണമായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്നത് 1-ൽ താഴെ. ചുരുക്കി പറഞ്ഞാൽ ആ ഭിത്തിക്ക് അതിന്റെ സ്വന്തം ഭാരം പോലും താങ്ങാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. തകർച്ച ഉറപ്പായിരുന്നു എന്ന് തന്നെ പറയാം. ശരി, അപ്പോൾ ദുർബലമായ അടിത്തറ, അതായിരുന്നു ഒന്നാമത്തെ വില്ലൻ. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ഇതിന്റെ കൂടെ വേറെ 2 വലിയ ഡിസൈൻ പിഴവുകൾ കൂടി വന്നപ്പോഴാണ് കാര്യങ്ങൾ ഒരു സമ്പൂർണ്ണ ദുരന്തത്തിലേക്ക് പോയത്. എന്തൊക്കെയായിരുന്നു അത്? ഇതൊരു ചെറിയ കണക്കുകൂട്ടലിലെ പിഴവായിരുന്നില്ല കേട്ടോ. 200-300 ഇടയിൽ ശതമാനമാണ് മണ്ണിന്റെ ബലം അവർ കൂടുതൽ കണക്കാക്കിയത്. ഒന്നാലോചിച്ച് നോക്കൂ, യാഥാർത്ഥ്യത്തെ എത്രമാത്രം തെറ്റായിട്ടാണ് അവർ വിലയിരുത്തിയത് എന്ന്. രണ്ടാമത്തെ വില്ലൻ ആരാണെന്നറിയാമോ? വെള്ളം. കനത്ത മഴ പെയ്തപ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ ശരിയായ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വെള്ളം മുഴുവൻ മണ്ണിനടിയിൽ കെട്ടിനിന്ന ഭിത്തിയെ പുറത്തേക്ക് ശക്തിയായി തള്ളാൻ തുടങ്ങി. ഇതൊരു അദൃശ്യ ശക്തിയായിരുന്നു. ഏകദേശം 40% അധിക സമ്മർദ്ദമാണ് ഈ വെള്ളം കാരണം ഭിത്തിക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ ഈ പിഴവുകളൊക്കെ ചേർന്ന് എങ്ങനെയാണ് തകർച്ചയിലേക്ക് എത്തിയത്? റിപ്പോർട്ട് പ്രകാരം 3 സ്റ്റേജുകളായാണ് ഇത് സംഭവിച്ചത്. ആദ്യം ചെറിയ സൂചനകൾ വന്നു. റോഡിൽ വിള്ളലുകൾ കണ്ടു തുടങ്ങി. പിന്നെ അടിയിലെ മണ്ണ് ഈ സമ്മർദ്ദം താങ്ങാനാവാതെ പതുക്കെ ബലം നഷ്ടപ്പെട്ട് ഒരു ദ്രാവകം പോലെയായി. അവസാന ഘട്ടത്തിൽ ഭിത്തിക്ക് ബലം കൊടുത്തിരുന്ന ആ ലോഹ സ്ട്രിപ്പുകളില്ലേ, അത് ആ കുഴഞ്ഞ മണ്ണിൽ നിന്ന് വലിഞ്ഞു പോരുകയും ഭിത്തി ഒന്നാകെ താഴേക്ക് പതിക്കുകയും ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭീകരമായി തോന്നാം. പക്ഷെ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും വലിയ പിഴവുകൾ എങ്ങനെ ആരും കണ്ടില്ല? ഇതിന്റെ ഉത്തരം തേടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതൊരു എഞ്ചിനീയറുടെയോ കോൺട്രാക്ടറുടെയോ മാത്രം തെറ്റല്ല, മറിച്ച് മൊത്തത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. കൊല്ലത്തെ ഈ ദുരന്തം ആദ്യത്തേതായിരുന്നില്ല. കൃത്യം 6 മാസം മുമ്പ് മലപ്പുറം ജില്ലയിലെ കൂരിയാടും ഇതേപോലൊരു ഭിത്തി തകർന്നിരുന്നു. ഒരേതരം മണ്ണ്, ഒരേ ഡിസൈൻ പിഴവുകൾ. എന്തിനധികം പറയുന്നു, 2 സ്ഥലത്തും പണിക്ക് മേൽനോട്ടം വഹിച്ചത് ഒരേ കൺസൾട്ടന്റ്. എന്നിട്ടും ആരും ഒരു പാഠവും പഠിച്ചില്ല. പ്രശ്നം ഡിസൈനിൽ മാത്രമായിരുന്നില്ല, നിർമ്മാണത്തിലും വലിയ പാളിച്ചകളുണ്ടായി. ഭിത്തിക്ക് പിന്നിൽ നിറയ്ക്കാൻ ഉപയോഗിച്ച മണ്ണിൽ അനുവദനീയമായതിലും ഇരട്ടിയിലധികം ചെളിയുണ്ടായിരുന്നു. അതായത് കൂടുതൽ വെള്ളം പിടിച്ചു നിർത്തുന്ന തരം മണ്ണ്. അത് ശരിക്കും എരിതീയിൽ എണ്ണയൊഴിക്കുന്നതുപോലെയായി. അപ്പോൾ കാര്യങ്ങളിപ്പോൾ വ്യക്തമാണല്ലോ അല്ലേ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു ശൃംഖല പോലെയാണ്. ഡിസൈൻ മുതൽ മണ്ണ് പരിശോധന, മേൽനോട്ടം, മാനേജ്മെന്റ് വരെ എല്ലാ ഘട്ടങ്ങളിലും പിഴവുകൾ സംഭവിച്ചു. ഒന്നിനു പുറകെ ഒന്നായി. അവസാനം അത് ആ വലിയ ദുരന്തത്തിൽ കലാശിച്ചു.
ഓക്കെ, ഇങ്ങനെയൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഭാഗ്യവശാൽ അന്വേഷണ റിപ്പോർട്ട് അതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. സുരക്ഷിതമായൊരു ഭാവിക്ക് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ പറയുന്ന പരിഹാരങ്ങളൊന്നും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല. ഇതൊക്കെ എഞ്ചിനീയറിംഗിൽ കാലങ്ങളായി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രശ്നം അറിവില്ലായ്മയുടേതായിരുന്നില്ല, മറിച്ച് കിട്ടിയ അറിവ് ഉപയോഗിക്കാത്തതിൻ്റെയും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെയുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇത് തടയാൻ കഴിയുമായിരുന്ന ഒരു ദുരന്തമായിരുന്നു. ഇത് ടെക്നോളജിയുടെ പരാജയമല്ല, സിസ്റ്റത്തിന്റെ പരാജയമാണ്. അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അവസാനത്തെ ഏറ്റവും നിർണായകമായൊരു ചോദ്യത്തിലേക്കാണ്. സാങ്കേതികമായി പരിഹാരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കാനും സാധാരണക്കാരുടെ ജീവന് വില കൽപ്പിക്കാനുള്ള ആർജവം, ആ ഇച്ഛാശക്തി നമുക്കുണ്ടോ?